Hi, Auntie. It's been so long. So cute. Hi, Uncle. How are you? Fine. I'm fine, Uncle. Thank you. ആ പെണ്ണ് ഒരുപാട് സുന്ദരിയായിരുന്നു. അത് കാരണം നിന്റെ അച്ഛൻ അവളുടെ മേലൊരു കണ്ണു വെച്ചു. ഇതെല്ലാം നിന്റെ അമ്മ കാണുന്നുണ്ടായിരുന്നു. അപ്പം മുതൽ എന്ത് ചെയ്യുന്ന ആലോചിച്ചോണ്ടിരുന്നു. കറക്റ്റായിട്ട് ആ വീക്കിൽ ഒരു രാത്രി നിന്റെ അച്ഛൻ പറ്റിച്ച് ആരും അറിയാതെ ആ സുജാതയുടെ വീട്ടിലോട്ട് പോയി. നിന്റെ അച്ഛൻ വെളിയിൽ പോയെന്ന് ഉറപ്പിച്ച് നിന്റെ അമ്മ നിന്റെ MBBS കസിനെ സുധാകരന്റെ സഹായത്തോടെ വീട്ടിലോട്ട് വിടാൻ തീരുമാനിച്ചു. ഇനി മുതൽ എന്റെ വീട്ടിലേക്ക് നിങ്ങൾ വരരുത്. അതെന്താ? നിങ്ങൾ എന്നെ പറ്റിക്കാണ്. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എല്ലാം മനസ്സിലായല്ലേ? സോ എന്റെ മേടിച്ച കാശ് എപ്പ തിരിച്ചു തരും? തിരിച്ചു തന്നേക്കാം. എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതൊക്കെയോ അതെന്ത് ചെയ്യും? അതൊക്കെ തിരിച്ചു തരൂ. അതിന് നിനക്ക് വാല്യൂ തരാൻ കഴിയും. വായ അടച്ചിവിടുന്ന് വെളിയിൽ പൊക്കോ, ഇല്ലെങ്കിൽ ഞാൻ പോലീസ് കംപ്ലൈന്റ് ചെയ്യും. പോ, ഗെറ്റ് ഔട്ട്. എന്നെ അടിക്കുന്നോ നീ? അടിക്കുക മാത്രല്ലടി, നിന്നെ കത്തിച്ച് ചാമ്പലാ. ആ സുധാകരൻ നായിഡോ ചേട്ടൻ വീട്ടിലൊന്ന് പെണ്ണ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടേക്കുവാ. എന്ത്? അതേട്ടാ, നിന്നെ ഞാൻ പിന്നെടുത്തോടി. അങ്ങനെ നിന്റെ അച്ഛൻ അവിടുന്ന് പോയി. ഇതെല്ലാം ഒരു ഹിഡൻ പ്ലേസിൽ നിന്ന് ഞാൻ ഷൂട്ട് ചെയ്തു. അതിനുശേഷം നിന്റെ അച്ഛനെ ഞാൻ ഫോളോ ചെയ്ത് പിന്നാലെ പോയി. നീയൊക്കെ ആ ഭാഗത്തേക്ക് പോയി നോക്ക്. ഓ ഹലോ വിഘ്നേഷ്, ഞാൻ അമിക്ഷ. നിന്റെ അച്ഛനും അയാളുടെ ആളുകൾ എന്നെ തേടിക്കൊണ്ടിരിക്കുക. ഐ എം വെരി സ്കേർഡ്. പ്ലീസ്, നീ എവിടെയുള്ള? ഞാൻ എവിടെ ഉള്ളെന്ന് എനിക്ക് അറിയത്തില്ല. അടുത്ത അങ്കിളുണ്ട്, സംസാരിക്കേ. അങ്കിൾ. എടാ വിഘ്നേഷേ, ഞാനാണ് സുധാകരനെ സംസാരിക്കുന്നത്. നിന്റെ അച്ഛൻ ഈ പെണ്ണിനെ ഒന്നും ചെയ്യാതെ വിടാൻ പോകുന്നില്ല. എങ്ങനെയെങ്കിലും ഈ പെണ്ണിനെ രക്ഷിച്ചു പറ്റൂ. നീ ഇപ്പൊ എവിടെയുള്ള? ഞാൻ ഈ പഞ്ചായത്ത് റോഡിലുണ്ടാ. ഓക്കെ. ഇവിടെ വന്ന് ഒളിച്ചിരുന്ന എൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാന്ന് കരുതിയോ? അങ്ങനെ വിടില്ല ഞാൻ. നിങ്ങൾക്ക് ഭ്രാന്ത് മൂത്തിരിക്കുവാ. ഇപ്പൊ തന്നെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് പോവാ. നീ ഒരു കൊച്ചു പയ്യനാ, നിനക്കൊന്നും മനസ്സിലാവില്ല. മനസ്സിലാവാതിരിക്കാൻ എനിക്ക് നിങ്ങളെ പോലെ മതം പിടിച്ചിട്ടില്ല. ഞാൻ കാര്യം പറയുമ്പോ എന്നെ എതിർത്ത് സംസാരിക്കുന്നോ? ആളാ നിനക്ക് ധൈര്യം തന്നെ? അവള് നമ്മുടെ വീട്ടിൽ വന്നിരിക്കുന്ന ഗസ്റ്റ് അച്ഛാ. അവളെ പോലെ നിങ്ങൾ വെറുതെ വിടില്ലേ? അവള് നിങ്ങൾക്ക് മകളെ പോലെ അല്ലേ അച്ഛാ? എനിക്ക് അവളൊരു മകളെ പോലെയാ, അല്ലാതെ എന്റെ മകളൊന്നുമല്ല. ഞാനൊരു കാര്യം ആഗ്രഹിച്ചാ അതവൾ അമ്മയായാലും ശരി, അത് അനുഭവിക്കാതെ ഞാൻ പിന്മാറില്ല. അച്ഛാ, ഇവരെ നോക്കിക്കോണം. അച്ഛാ അച്ഛാ അച്ഛാ, വേണ്ട അച്ഛാ, പ്ലീസ് അച്ഛാ. അച്ഛാ വേണ്ട അച്ഛാ.
നീ എങ്ങോട്ടേ പോകുന്നേ? നോ. എന്റെ അടുത്താണ് നീ വിളച്ചു കാണിക്കുന്നത്. നിന്നെ ഞാൻ കിടക്കടി അങ്ങോട്ടെ. അവളെ ഞാൻ ആഗ്രഹിച്ച നിനക്കെന്താടാ? എന്താ പറഞ്ഞേ? അവള് ഒരുത്തി മാത്രമാണോ? അപ്പൊ ഈ കാണുന്നൊക്കെ ആരാ? ഇവർക്കൊക്കെ കാശ് കടം കൊടുത്ത് അവർക്ക് തിരിച്ചു തരാൻ കഴിയാതെ വന്നപ്പോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് ഓരോ ദിവസവും ഓരോ സ്ത്രീയെ യൂസ് ചെയ്തോണ്ടിരിക്കുന്നു. 15 വയസ്സുള്ള മക്കൾ മുതൽ 50 വയസ്സുള്ള ആന്റിമാർ വരെ ആരെയും താൻ വെറുതെ വിട്ടില്ലല്ലോ. പാവ മധുമതി ടീച്ചർ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അവരെയും താൻ നശിപ്പിച്ച് കളഞ്ഞല്ലോടോ. ഹലോ മണി, അർജന്റായിട്ട് പഞ്ചായത്ത് സ്ട്രീറ്റിലോട്ട് വാ. എന്താടാ എന്താടാ നീ പറഞ്ഞ ഞാനെല്ലാം അങ്ങ് നിർത്തണമെന്നാണോ? ഇതെനിക്ക് ജനിച്ചപ്പോൾ തന്നെ കിട്ടിയതാടാ. അതെന്റെ മരണത്തിലൂടെ അവസാനിക്കൂ. നീ എന്റെ മകനായതുകൊണ്ട് മാത്രമാണ് ഞാൻ അടങ്ങിയിരുന്നത്. എന്നെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ നീ അറിഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ നീയും എന്റെ ശത്രുവാ. നിന്നെ കൊല്ലാതെ എനിക്കവിടെ അനുഭവിക്കാൻ കഴിയില്ല. നീ ചാകണം. നീ ചത്തടാ. ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ നിനക്ക്? എനിക്കിനി ഇങ്ങനൊരു മകനില്ല. ചാകടാ. അച്ഛാ, അച്ഛാ, അച്ഛാ. അച്ഛാ, അച്ഛാ, അച്ഛാ. നിന്റെ അച്ഛൻ നീ കാരണം മരിച്ചെന്ന് അറിഞ്ഞപ്പോ നിനക്ക് താങ്ങാൻ പറ്റാതെ നിനക്ക് പാനിക് അറ്റാക്ക് ആയി അൺകോൺഷ്യസ് ആയി. സ്നാപ്ചാറ്റ് വഴി ലൊക്കേഷൻ ട്രേസ് ചെയ്ത് അവിടെ നിന്ന് ഹോസ്പിറ്റലിലോട്ട് കൂട്ടിക്കൊണ്ടുപോയി. വിഘ്നേഷ് എഴുന്നേക്ക് മോനെ. അമ്മയൊന്ന് നോക്ക് മോനെ. ഡോക്ടർ. പക്ഷെ നീ ജീവനാന്ന് വിചാരിച്ച നിന്റെ അച്ഛൻ നീ കാരണം മരിച്ചെന്ന് നിനക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. നിനക്ക് ഭയങ്കരമായിട്ട് മെന്റലി സ്ട്രെസ്ഡ് ആയി. ഹലോ മണി, എന്റെ അമ്മയെ നോക്കണേടാ. സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു. പക്ഷെ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അമ്മയെ നോക്കണേന്ന് പറഞ്ഞ് മണിക്ക് ചെയ്ത കോളാണ് പിന്നെ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങളെ സഹായിച്ചത്. വിഘ്നേഷ്, വിഘ്നേഷ്, വിഘ്നേഷ് എണ്ണിക്ക്. വിഘ്നേഷ്, എന്താണ് ഇതൊക്കെ? ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാ.